ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ചാനലാണ്. ഞാൻ എൻ്റെ സ്റ്റഡി ജേണിയും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ ഞാനിപ്പോൾ 12th പഠിക്കുന്നത്. ഇന്ന് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് 2 മണിക്കാണ് ഞാൻ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ച്. ഇന്ന് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇൻ്റഗ്രേഷനും എവല്യൂഷനും ഹ്യൂമൻ റീപ്രൊഡക്ഷനും പഠിക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കാത്തൊരു ദിവസമാണ്. ഇതിൻ്റെ ഓഡിയോ ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ്, അതായത് 23-ാം തീയതി. അപ്പം വിചാരിച്ച രീതിയിൽ പഠിക്കാൻ ഒരു 3 hours എനിക്കിന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എനിക്ക് റിവൈസ് ചെയ്യാനുള്ളതിന്, അപ്പോൾ അതൊരു 1 hours അതിന് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു 4 to 5 hours ഞാൻ ഇൻ്റഗ്രേഷൻ ഞാൻ കുറച്ച് ഭാഗമേ നോക്കിയുള്ളൂ ഇന്ന്. അപ്പോൾ അങ്ങനെ കുറേ ടൈം. ഇന്ന് 2 മണിക്കാണ് തുടങ്ങിയത്. 2 to 3 ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് പഠിച്ച്. 5 minute ബ്രേക്ക് എടുത്ത് 3 to 4 പഠിച്ച്. പിന്നെ ഞാൻ ജിമ്മിൽ പോയി വന്ന് ഒരു 6:30, 7 o'clock അങ്ങനെ ഞാൻ പിന്നെ ഇരിക്കുന്നത് പഠിക്കാൻ. അപ്പം പിന്നെ എനിക്ക് വിചാരിച്ച പോലെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ റിവൈസ് ചെയ്യാൻ വിചാരിച്ചു. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഞാൻ ഒറ്റവട്ടം പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും എനിക്ക് റിവൈസ് ചെയ്യാനുള്ളതിനും, അപ്പോൾ അത് റിവൈസ് ചെയ്ത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാവുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഒരു പ്ലാൻ വെച്ച് പഠിക്കാൻ നോക്കുക. പിന്നെ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 2 minutes റൂൾ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അതാണ് ഏറ്റവും പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മീ സ്റ്റാർട്ടിങ് ട്രബിളാണ്. നമുക്കൊരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി എന്താണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ടൈം അലോട്ട് ചെയ്യുക, അതല്ലേ? ടൈം അലോട്ട് ചെയ്യുക. അപ്പം ഒരു 1 to 2 hours നമ്മൾ ഇന്ന ടോപ്പിക്ക് പഠിക്കാൻ എടുത്താൽ, അപ്പോൾ ഒരു ടൈം ആ ടോപ്പിക്ക് പഠിക്കുക. പിന്നെയെന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കുറച്ച് ടൈം 2 to 4 hours, നമ്മൾ ഒരു ലോങ് അവറൊക്കെ പഠിക്കുകയാണെങ്കിൽ 16 hours അല്ലെങ്കിൽ 70 hours 70 hours ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 20 ഒന്നും എന്തായാലും പോയത്, നമ്മൾ സ്ലീപ്പ് സഫർ ചെയ്യാൻ പാടില്ല. അപ്പോൾ 20 hours ഒക്കെ പഠിക്കുകയാണെങ്കിൽ 4 hours ഒക്കെ അങ്ങ് വെക്കുക. 10 hours ഒക്കെ 10 to 8 hours ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 hours ഒക്കെ വെച്ചാൽ മതിയാവും. 2 hours ലാസ്റ്റ് നിങ്ങൾ അങ്ങനെ വെക്കുക. എന്താ കറക്റ്റ് നമ്മൾ അലൗട്ട് ചെയ്ത ടൈം പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ. പിന്നെ ടോപ്പിക്ക് തന്നെ മിസ്സായി പോകുക. അതായത് ഒരു ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഡേ പഠിക്കുക. ടോപ്പിക്ക് തന്നെ മിസ്സായി പോവുകയാണെങ്കിൽ വീക്കിലി ഒരു ഡേ വെക്കുക, എല്ലാ വീക്കിലും വെക്കുക. അപ്പോൾ ആ ഒരു ഡേ ഏതെങ്കിലും നമ്മൾ ഡെയിലി പഠിക്കാൻ വിചാരിച്ചിരുന്ന ടോപ്പിക്സ് മിസ്സായി പോകുന്ന ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്കൊന്നും മിക്സായിട്ടില്ല, നമ്മൾ പെർഫെക്റ്റായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയാണ്, ഓക്കെയാണ്. ആ ഒരു ടൈം നിങ്ങൾക്ക് റിവിഷൻ യൂസ് ചെയ്യാം. അല്ലെ പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കാം. റിവൈസ് നിങ്ങൾ ഓൾറെഡി എന്തായാലും ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം ഡെയിലി റിവിഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യണം ഗൈസ്. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടാൻ പോകും നിങ്ങൾക്ക്. ഓൾ ദ ബെസ്റ്റ്. ഇല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നല്ല പണി കിട്ടും, ഉറപ്പാണ്. എക്സാമിൻ്റെ ടൈമിൽ പിന്നെ നമ്മൾ പഠിച്ചതിനൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. പിന്നെ മാക്സിമം കാര്യങ്ങൾ ലീവുള്ള ദിവസം പഠിക്കുക. വർക്കിന് പോകുന്നവരാണെങ്കിൽ ലീവുള്ള ദിവസം പഠിക്കുക. ഡെയിലി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും പഠിക്കുക. കൺസിസ്റ്റൻ്റായിട്ട് പോവുക. ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ട്രാക്ഷൻ്റെ ആ ഒരു ലൂപ്പ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് ടു വരാൻ നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു പ്രശ്നമാണ്. മെഡിറ്റേറ്റ് ചെയ്യുക, ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാൻ മാക്സിമം ട്രൈ ചെയ്യുക. ബേൺ ഔട്ട് ആകുമ്പോഴൊക്കെ കുറച്ച് 5 minutes ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുമ്പം ഫോണിൽ കളിക്കാണ്ടിരിക്കുക. എന്തായാലും ഫോണിൽ കളിച്ചാൽ പിന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റായി പോവും. അപ്പം ബ്രേക്ക് എടുക്കുമ്പം ഫോണിൽ കളിക്കാണ്ടിരിക്കുക. വീഡിയോയ്ക്ക് കുറേ പെർഫെക്ഷൻ കുറവുണ്ടാകും ഗൈസ്. അതൊന്ന് എന്താ പറയുക, അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം വീഡിയോ ഇതാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതിനെ കൊണ്ട് തന്നെ അതിൻ്റെ കുറേ ഇതുണ്ടാകും.
പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും, ഒന്ന് ജസ്റ്റ് ഇതാക്കുക. കുറേയൊക്കെ അത്രയും പ്രശ്നമുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ മാക്സിമം റെഡിയാക്കാൻ വേണ്ടി നോക്കാം. ഞാൻ വീഡിയോൻ്റെ പല ഭാഗത്തും അവിടെ നിൽക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വായിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എഴുതുന്നത് നിർത്തുന്നത്, ജസ്റ്റ് എഴുതി പഠിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് വായിക്കുകയാണ്. അപ്പോൾ ഞാൻ നോട്ട് പഠിക്കുമ്പോൾ തന്നെ റിവിഷൻ നോട്ട് ഉണ്ടാക്കുകയാണ്. പബ്ലിക്കിന് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഞാൻ പഠിക്കുമ്പം തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക, എക്സാംസിനൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റട്ടെ. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എൻഡ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റെ എല്ലാ കുഴപ്പവും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ബിക്കോസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. എപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണ്, പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ചെയ്ത് തുടങ്ങുക, പെർഫെക്ഷനൊക്കെ താനേ വന്നോളും. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ട് ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ബട്ട് നെഗറ്റീവ് മാത്രമേ ഇടുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരെ കമൻറ്റ്സ് ഞാൻ മൈൻഡാക്കില്ല കേട്ടോ, ഉറപ്പായിട്ട് മൈൻഡാക്കില്ല. എന്നാലും ഞാൻ മാക്സിമം എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ നോക്കി മാക്സിമം ഫോക്കസായിട്ട് പഠിക്കുക. YTP എന്നുള്ളൊരു ആപ്പ് എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ ഫോറസ്റ്റ് ഇതൊക്കെ എനിക്ക് ഫോക്കസായിട്ട് പഠിക്കാൻ വേണ്ടി, നിങ്ങളെ പ്രോഗ്രസ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്സാണ്. അപ്പം എല്ലാവരും പഠിക്കുക, വീഡിയോ കാണുക, ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, മോട്ടിവേറ്റ് ആയിട്ട് പോയി അടുത്ത വീഡിയോ കാണാണ്ട് പോയി പഠിക്കുക. ഓക്കെ, ബൈ ബൈ, സി യു.